എടാ നീ എന്താടാ ഇവളുമായിട്ട്? ഈ വീട്ടിലെ മരുമോളല്ലേ, മൂത്ത മരുമോള്. എന്നെ പോലെ തന്നെ ഈ വീട്ടിലിപ്പോ ഇയാൾക്കും അവകാശമുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പം വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ വരണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഇവളെ കാണാനാണോ നീ പോയത്? അല്ലാതെ ജർമ്മനിയിൽ നിന്ന് വന്ന നിന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കല്ല. ഓ, അമ്മയുടെ സ്വന്തം മോൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഇല്ല, കാര്യങ്ങളൊക്കെ പറയേണ്ടവർ തന്നെ പറയട്ടെന്ന് കരുതി. ഞങ്ങൾ കരുതി ഇതിനോടകം നിങ്ങളൊക്കെ എല്ലാം അറിഞ്ഞു കാണൂന്നാ. ഇനിയിപ്പോ അറിയാത്ത സ്ഥിതിക്ക് പറയാം. ഞാൻ പോയത് എന്റെ കൂട്ടുകാരന്റെ പെങ്ങളുടെ വിവാഹത്തിന്റെ റിസപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയല്ല, അനന്തുവിന്റെ വീട്ടിലേക്കാ. എന്റെ ഭാര്യയെ കാണാൻ. ഇയാൾക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ. കണ്ണേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഇവൾക്ക് എന്തിനാ കണ്ണേട്ടൻ വിഷു കൈനീട്ടം കൊടുക്കുന്നേ? എടാ മോള് ചോദിച്ചത് കേട്ടില്ലടാ. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോലും നിന്റേതല്ല. അപ്പൊ ഇവൾക്ക് വിഷുക്കൈ നീട്ടം കൊടുക്കേണ്ടതേ ആ കുഞ്ഞിന്റെ അച്ഛനല്ലേ? ആ കുഞ്ഞിന്റെ അച്ഛൻ തന്നെയാ ഇയാൾക്ക് വിഷു കൈനീട്ടം കൊടുത്തത്. ഇവന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ കൃത്യമായി മറുപടി കൊടുത്തു കഴിഞ്ഞു. ഇവനത് നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യത്തിന്റെ ആവശ്യം വരില്ലായിരുന്നു. കുറെ നാളായിട്ട് ഞാൻ സഹിക്കുക. ഇയാളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എത്ര അച്ഛന്മാരുണ്ടായി? എത്ര പേരുകൾ നിങ്ങൾ എന്നോടും ഇയാളോടും പറഞ്ഞു. കേട്ട് കേട്ട് ചെവി തഴമ്പിച്ചു. എന്നിട്ട് ഒന്നും പറയാതിരുന്നത് ആരോഗ്യത്തോടെയുള്ള ഒരു കുഞ്ഞ് ഞങ്ങൾക്ക് ജനിക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾക്കോ? എടാ വീൽ ചെയറിൽ ഇരിക്കുന്ന നിനക്ക് എങ്ങനെയാടാ കുട്ടികൾ ഉണ്ടാവുന്നേ? വീൽ ചെയറിൽ ഇരിക്കുന്ന ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ പാടില്ലെന്നുണ്ടോ? ഇവളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കള്ളം പറയാ? ഒരിക്കലും അല്ല. IVF എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതേപ്പറ്റി ചിലപ്പോ അമ്മയ്ക്ക് അറിയില്ലായിരിക്കും. എന്നാ നീ അതേപ്പറ്റി കേട്ടിട്ടുണ്ടാവൂ. ആ ചികിത്സയിലൂടെയാ ഇയാൾ അമ്മയാകാൻ പോകുന്നേ. എന്റെ സ്പേം തന്നെയാണ് ഇയാളുടെ ഉള്ളിലുള്ളത്. എന്റെ ദൈവമേ, അത് എനിക്കും ഇയാൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും അറിയാവുന്ന സത്യമാണ്. പിന്നെ ഞാനതൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. സ്വന്തം മോളുടെ കുഞ്ഞിനെ പോലും കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു അമ്മ ഇവിടെ ഉള്ളപ്പോ അവിടെ ഇങ്ങനൊരു നാടകം കളിക്കാതെ മറ്റു മാർഗമില്ലായിരുന്നു. അതുകൊണ്ടാ ഹൃദയം പൊട്ടുന്ന വേദനയോടെ പല കള്ളങ്ങളും എനിക്ക് പറയേണ്ടി വന്നത്. നിങ്ങളൊക്കെ ഇയാളെ തള്ളി പറയുമ്പോഴും വഴിതെറ്റിയ പെണ്ണായിട്ട് ചിത്രീകരിക്കുമ്പോഴും കേട്ടോണ്ട് നിൽക്കേണ്ടി വന്നത്. ഇനി ആരെ എനിക്കൊന്നും ബോധിപ്പിക്കാനില്ല. ഇയാൾക്ക് നാളെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങൾ പറഞ്ഞ പേരുകാരായിരിക്കില്ല. അതിനൊരൊറ്റ അവകാശമേ ഉള്ളൂ, കമലേശ്വരത്തെ ഈ കണ്ണൻ.